ഹലോ ഫ്രണ്ട്സ്, 2026 ജനുവരിയിൽ PSC നടത്തിയ കെയർ ടേക്കർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി നിപ്പ. നിപ്പ വൈറസ് രോഗമാണ്. ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ് എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. എന്താണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം? മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം? ആൻസർ ഓപ്ഷൻ സി അതിറോസ്ക്ലീറോസിസ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അതിറോസ്ക്ലീറോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മണൽ ഖനനം. കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? മണൽ ഖനനം. അടുത്ത ക്വസ്റ്റ്യൻ, ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ബംഗളൂരു. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആറളം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി മാറിയ വന്യജീവി സങ്കേതമാണ് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ് എന്നാണെങ്കിൽ മൈക്രോവേവ് ആണ്. റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം മൈക്രോവേവ് ആണ്. PSC ആൻസറായിട്ട് തന്നിട്ടുള്ളത് മൈക്രോവേവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില? ആൻസർ ഓപ്ഷൻ സി കുറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം G ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം? ആൻസർ ഓപ്ഷൻ എ G/4. എന്താണ് ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം G ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം എത്രയാണ്? G/4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി ജ്യോതി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ജ്യോതി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം ആയ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായ ചെനാബ് റെയിൽപാലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവും ഉള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്? ആൻസർ ഓപ്ഷൻ എ ഐസോമറുകൾ. എന്താണ് ഒരേ തന്മാത്രാ സൂത്രവും
വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവും ഉള്ള സംയുക്തങ്ങളെ വിളിക്കുന്നത് ഐസോമർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി മാനോമീറ്റർ. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാനോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ സി ഹാലോജനുകൾ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളെ വിളിക്കുന്നത് ഹാലോജൻസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ ബി വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരെ വെൺ നീചൻ എന്ന് വിളിച്ചു. സ്വാമിത്തോപ്പിൽ ജനിച്ചു. വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത്. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പിലാണ് ജനനം. സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മോക്ഷപ്രദീപം ആരുടെ രചനയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ സി ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏത്? ആൻസർ ഓപ്ഷൻ എ വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാവിലാസിനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 1, 2. ഏതൊക്കെയാണ്? കല്യാണമൽ എന്ന കൃതി ആരുടേതാണ്? സർദാർ KM പണിക്കരുടേതാണ്. കല്യാണമൽ സർദാർ KM പണിക്കർ. പ്രേമാമൃതം CV രാമൻ പിള്ള. CV രാമൻ പിള്ളയുടെ നോവലാണ് പ്രേമാമൃതം. കല്യാണമൽ ആരുടേതാണ്? സർദാർ KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർ ലൈനർ. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ബോയിങ് സ്റ്റാർ ലൈനർ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹാൻ ക്യാങ്. 2024 സാഹിത്യ നൊബേൽ ലഭിച്ചത് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻ ക്യാങ്ങിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ
മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി റാം. ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ്? റാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിലേതാണ്? ഉബുണ്ടു ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബുണ്ടു. DBMS പാക്കേജ് ഏതാണ്? MySQL ആണ്. DBMS പാക്കേജ് ആണ് MySQL. ഇമേജ് എഡിറ്റർ ഏതാണ്? GIMP ആണ്. GIMP ഇമേജ് എഡിറ്റർ ആണ്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ് ഇംപ്രസ്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ലിബ്രെ ഓഫീസ് ഇംപ്രസ് ആണ്. ഒന്നുകൂടി പറയാം, ലിബ്രെ ഓഫീസ് ഇംപ്രസ് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. MySQL DBMS പാക്കേജ് ആണ്, ഒരു ഡാറ്റാബേസ് പാക്കേജ് ആണിത് MySQL. GIMP എന്താണ്? ഇമേജ് എഡിറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉം മാത്രം. ഏതൊക്കെയാണ് ഗൈഡഡ് മീഡിയ അല്ലാത്തത്? മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ് എന്നിവ ഗൈഡഡ് മീഡിയ അല്ല. ഗൈഡഡ് മീഡിയാസ് ഇതിലേതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ, കൊയാക്സിയൽ കേബിൾ എന്നിവ ഗൈഡഡ് മീഡിയ ആണ്. ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ, കൊയാക്സിയൽ കേബിൾ എന്നിവ ഗൈഡഡ് മീഡിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, MS എഡ്ജ് എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ വെബ് ബ്രൗസർ. MS എഡ്ജ് വെബ് ബ്രൗസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി സൈബർ സ്റ്റോക്കിംഗ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? സൈബർ സ്റ്റോക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത. ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവ എല്ലാം. എന്തൊക്കെയാണ്? അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. എന്തൊക്കെയാണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുതകളാണ് അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 3. ഏതൊക്കെയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2019 ജൂലൈ 8 മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം റദ്ദ് ചെയ്തത് ഏത് നിയമത്തെയാണ്? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20 മുതലാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20 മുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം. ആൻസർ ഓപ്ഷൻ എ, അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. 2005 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ 5 അധ്യായങ്ങളും 37 വകുപ്പുകളുമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത്. ആൻസർ ഓപ്ഷൻ ഡി, ബി അല്ലെങ്കിൽ സി. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ആർക്കാണ്? ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ആണ്. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. ആൻസർ ഓപ്ഷൻ ബി, അനുരാധ താക്കൂർ. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? അനുരാധ താക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്. ആൻസർ ഓപ്ഷൻ സി, സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ്. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജികെയും സയൻസ് ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിന്. ഇനി അടുത്ത ദിവസം പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക്